എം.ടി. വാസുദേവൻ നായർക്കും കമലിനുമെതിരെ സംഘപരിവാർ ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളികൾക്കെതിരെ സിനിമാ നടന്റെ ഒറ്റയാൾ പ്രതിഷേധം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ഇന്നലെ വൈകിട്ട് ചലച്ചിത്ര നാടക നടൻ അലൻസിയറാണ് നടന രൂപത്തിൽ തനിയെ പ്രതിഷേധമുയർത്തിയത്. ഈ മണ്ണിൽ ജീവിക്കാൻ ആരുടെയും ദേശസ്നേഹ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്ന് അലൻസിയർ പറഞ്ഞു. അമേരിക്കയിലേക്ക് വരുന്നവർക്ക് വരാം, പോർച്ചുഗീസിലേക്ക് വരുന്നവർക്ക് വരാം. ഈ നാട്ടിൽ ജീവിക്കാൻ സാംസ്കാരിക പ്രവർത്തകർക്ക് ചിലരുടെ മുന്നിൽ രാജ്യസ്നേഹ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട സ്ഥിതിയാണെന്നാണ് അലൻസിയർ തന്റെ ഒറ്റയാൾ പ്രതിഷേധ കലാപ്രകടനത്തിലൂടെ വിളിച്ചു പറഞ്ഞത്. ഇനി ജീവിക്കാൻ അമേരിക്കയിലേക്കോ പോർച്ചുഗലിലേക്കോ പോകേണ്ടി വരുമെന്ന് നടൻ വിളിച്ചു പറഞ്ഞു. ഈ മഹാഭാരതത്തിൽ സാംസ്കാരിക പ്രവർത്തകരെ ജീവിക്കാൻ അനുവദിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് തന്റേതെന്ന് അലൻസിയർ പറയുന്നു. നിന്റെ പേരിൽ നീ പാകിസ്ഥാനിലേക്കും എന്റെ പേരിൽ ഞാൻ അമേരിക്കയിലേക്കും അല്ലെങ്കിൽ പോർച്ചുഗീസിലേക്കും പോകേണ്ടി വരിക എന്ന് പറയുന്ന ഒരു ആരോ തീരുമാനിക്കണം. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഇവർക്ക് ആർക്കാണ് അധികാരം? തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ദിലീഷ് പോത്തൻ സിനിമയിൽ അഭിനയിക്കാൻ കാസർഗോഡ് എത്തിയതായിരുന്നു അലൻസിയർ. കാവാലത്തിന്റെ നാടകങ്ങളിലും സജീവ സാന്നിധ്യമായിരുന്നു ഈ നടൻ. സംഘപരിവാർ തട്ടകത്തിൽ തന്നെ ഒറ്റയാൾ പ്രതിഷേധമുയർത്തി ശ്രദ്ധേയനായി അലൻസിയർ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.